സ്വാഗതം കട്ട് ആൻഡ് റേറ്റിലേക്ക്. വന്ന് എല്ലാവരും മണ്ടന്മാരാണോ അതോ ഇവര് നമ്മളെ മണ്ടന്മാരാക്കുകയാണോ എന്നാണ് സംശയം. മനുഷ്യന് ഭ്രാന്ത് വന്നാൽ ചങ്ങലക്കിടാം, ചങ്ങലയ്ക്ക് ഭ്രാന്തായാൽ എന്ത് ചെയ്യും? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? പറഞ്ഞു വന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ വിടുവായുത്തത്തെ കുറിച്ചാണ്. പല സമയത്തും പലതാണ് പറയുക. എന്താണ് പറയുന്നത് എന്നത് കക്ഷിക്ക് തന്നെ പിടുത്തമില്ല. ഏറ്റവും ലേറ്റസ്റ്റ് MV ഗോവിന്ദൻജിയുടെ തള്ളാണ്. അതീവ ദാരിദ്ര്യവും വിട്ട് ഇപ്പോ പാവപ്പെട്ടവരിലാണ് പാർട്ടിയുടെ കണ്ണ്. പാവപ്പെട്ടവരെ തുടച്ചു നീക്കുക എന്നതാണ് അടുത്ത ലക്ഷ്യം. പാവപ്പെട്ട എന്ന പദം എവിടെയെന്ന് വരെ തപ്പേണ്ട ഒരു സ്ഥിതിയിലേക്ക് കേരളത്തെ എത്തിക്കുമെന്നാണ് പുള്ളിയുടെ തള്ള്. പാവപ്പെട്ട എന്ന മലയാള പദം LDF തുടർഭരണത്തോടെ അവസാനിക്കും. വികസിത അർദ്ധവികസിത രാജ്യങ്ങളിൽ ഏറ്റവും വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തെക്കാൾ മികച്ചതായി കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തും എന്നാണ് മാധ്യമങ്ങളോട് MV ഗോവിന്ദൻ വിശദീകരിച്ചത്. ജനങ്ങളുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ പാവങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ ഇല്ലാത്ത വിധം കേരളത്തെ വികസിതമാക്കുകയാണ് ലക്ഷ്യമെന്നും മൂപ്പര് പറഞ്ഞു. ഇപ്പോക്ക് പോയാൽ പാവങ്ങൾ എന്ന വാക്ക് തന്നെ ഇല്ലാതാകുമെന്ന് സംശയമില്ല. കാരണം പാവങ്ങൾക്കും താഴെയുള്ളവരെ എന്ത് പറഞ്ഞ് വിശേഷിപ്പിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു കാര്യം ഏതായാലും നടക്കും. ചില സമ്പന്നർ വീണ്ടും സമ്പന്നരാകും. അതാണല്ലോ മോദിയുടെ ഇന്ത്യ. അതിന്റെ ചുവട് പിടിച്ച് പട നയിക്കുന്ന കപ്പിത്താനും വൃന്ദവും കാലാകാലത്തും വെഞ്ചാമരവും വീശി പട്ടുമത്തയിൽ അന്തി ഉറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. താഴേക്ക് നോക്കാത്തതിനാൽ തന്നെ പാവപ്പെട്ടവരെ കാണാനും കഴിയില്ല. മുൻപുണ്ടായിരുന്ന സർക്കാർ വാഗ്ദാനം ആരും മറന്നു കാണില്ല. ശേഷം വാഗ്ദാനം നടപ്പാക്കി എന്ന് പറഞ്ഞ് പരിപാടി സംഘടിപ്പിച്ചതും മൈക്ക് കെട്ടി കൂവിയതും ആരും മറന്നു കാണില്ല. കേരളം അതീവ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി എന്നായിരുന്നു ആ യമണ്ടൻ പ്രഖ്യാപനം. മെലിഞ്ഞുട്ടിയ ശരീരവും അസുഖം പേറി ജീവിക്കുന്ന ആദിവാസികളെയും പകലന്തിയോളം പണിയെടുത്തിട്ടും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തൊഴിലാളികളെയും നോക്കിയായിരുന്നു അന്നത്തെ ആ പ്രഖ്യാപനം. സംസ്ഥാനത്തെ 1.05 കോടി അനൗപചാരിക തൊഴിലാളികളിൽ ഏകദേശം 1/3 പേരും സാമൂഹിക സുരക്ഷയില്ലാതെയാണ് ജീവിക്കുന്നത് എന്നിരിക്കെ ഇത്തരം പൊള്ളയായ പ്രഖ്യാപനങ്ങൾ ആരെ ബോധിപ്പിക്കാനാണ്? ഇനി ഇതിന് 1 മാസം മുമ്പ് ഈ സർക്കാരിലെ ഒരു മന്ത്രി തന്നെ മറ്റൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. വയനാട് ജില്ലയായിരുന്നു അന്നത്തെ ഇര. വയനാടിനെ ദാരിദ്ര്യമുക്ത ജില്ലയായാണ് OR കേളു എന്ന് പ്രഖ്യാപിച്ചത്. ഒരു ദിവസം പോലും ശരിയായി ഭക്ഷണം കിട്ടാത്തവർ ജീവിക്കുന്നിടത്തേക്ക് നോക്കിയാണ് ഒരു മടിയുമില്ലാതെ മന്ത്രി ദാരിദ്ര്യമുക്തമെന്ന് വീമ്പ് പറഞ്ഞത്. വയനാട്ടിലെ പണിയ, അടിയ, ഊരാളി, ബട്ടകുറുമ, കാട്ടുനായ്ക്കൻ, ഇടുക്കിയിലെ ഹിൽപുലയ, മുത്തവൻ സമൂഹങ്ങൾക്കും ശരിയായി ഒരു നേരം പോലും ഭക്ഷണം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയുള്ള സമൂഹത്തോടാണ് അന്ന് മന്ത്രി കേളു നിങ്ങൾ ദരിദ്രരല്ല മക്കളെ എന്ന് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളായി മാത്രം കണ്ടാൽ മതി ഇപ്പറഞ്ഞ ഓരോ വിടുവായുത്തങ്ങളെയും. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോഴായിരുന്നു സർക്കാരിന്റെ അതീവ ദാരിദ്ര്യമുക്ത നാടകം. സ്വർണക്കൊള്ളയിൽ വിറച്ചു നിൽക്കുന്ന സർക്കാരിന് മുന്നിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ളതാണ്. തുടർഭരണം ലക്ഷ്യമിട്ട് കരിക്കിളിറക്കുന്ന സർക്കാരിന്റെ മറ്റൊരു നാടകമാണ് പാവപ്പെട്ടവർ ഇനി ഉണ്ടാവില്ല എന്ന വാഗ്ദാനം. ഇനി മറ്റൊന്ന്, ദരിദ്രരെന്ന് പറയാതെ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞതിലും പാർട്ടി സെക്രട്ടറിയെ അഭിനന്ദിക്കാതെ തരമില്ല. കാരണം അതീവ ദാരിദ്ര്യം എന്നതിന്റെ നിർവചനം എന്താണെന്നറിയാമോ? ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് അത് പ്രഖ്യാപിച്ചത് എന്ന ചോദ്യങ്ങൾക്ക് തപ്പിത്തടഞ്ഞ പാർട്ടി നൈസായി സ്കൂട്ടായി എന്ന് വേണം പറയാൻ. ഇനിയിപ്പോ ദരിദ്രരെ തൊടണ്ട, പാവപ്പെട്ടവരെ തൊടാമെന്നായി ഉദ്ദേശം. പിന്നെ ഗോവിന്ദൻ സഖാവ് എന്ത് പറഞ്ഞാലും അതിനൊരു ദാർശനിക പരിസരമുണ്ടാകും. അതായത് അമൂർത്തമായ ചോദ്യങ്ങൾക്ക് അമൂർത്തമായ ഉത്തരം നൽകരുത് എന്നതുപോലെയുള്ള ചില ദാർശനിക പദപ്രയോഗങ്ങളുടെ അകമ്പടിയോടെ മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ ദാർശനിക പദപ്രയോഗങ്ങളുടെ അകമ്പടിയില്ലാതെ വളച്ചുകെട്ടൊന്നുമില്ലാതെ പാവപ്പെട്ടവർ എന്ന് പ്രയോഗിച്ചതിലും അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ തരമില്ല. ഇനി മറ്റൊന്ന്, ചില പദങ്ങൾക്ക് പാർട്ടിയുടെ പദാവലിയിൽ പ്രത്യേക അർത്ഥങ്ങളാണുള്ളത്. പാവപ്പെട്ടവരും ദരിദ്രരും ഒന്നല്ല എന്ന് വേണമല്ലോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ. ബഹുജനങ്ങളും പൊതുജനങ്ങളും ഒന്നല്ല എന്ന് കണ്ണൂർ പാർട്ടി സെക്രട്ടറി KK രാഗേഷ് പ്രഖ്യാപിച്ചത് ഈ അടുത്താണ്. അതായത് പാർട്ടിക്ക് പീഡന തീവ്രത അളക്കാനുള്ള ഉപകരണവും കോടതിയും നിയമവും ഉള്ളതുപോലെ പാർട്ടിക്ക് സ്വന്തമായി ഒരു നിഘണ്ടുവുമുണ്ട്. ഇനി മറ്റൊരു സംശയം, ഇവർ തന്നെ പറയുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന്. എന്നിട്ട് ഇവർ തന്നെ പറയുന്നു പാവപ്പെട്ട എന്ന അവസ്ഥ ഇല്ലാതാക്കുമെന്ന്. ഒന്ന് ചോദിക്കട്ടെ, സത്യത്തിൽ അപ്പോ നിങ്ങൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിയില്ലേ?
ഈ പാവപ്പെട്ടവരെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗണത്തിൽ ആരൊക്കെ പെടും? സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സമയമുണ്ടാവില്ല പറയാനെന്നറിയാം. യമണ്ടൻ പ്രഖ്യാപനങ്ങൾ ഇനിയും വഴിനീളെ കിടക്കുവാണല്ലോ.